ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 50 രൂപ കൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം സർവൈവ് ചെയ്യണം. അതാണ് നമ്മുടെ വീഡിയോ. അപ്പം ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, സാധ്യമില്ല, ഞാൻ ഒറ്റക്കാണ് ഇന്നത്തെ ചലഞ്ച് ചെയ്യണത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിട്ടാ. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കാണുന്ന 50 രൂപ വെച്ച് ഇന്നത്തെ ദിവസം നമ്മൾ സർവൈവ് ചെയ്യാൻ പോവാണ്ട. അപ്പം രാവിലെ തന്നെ നല്ല വിശപ്പ് കാരണം സൈക്കിൾ എടുത്ത് നമ്മൾ നേരെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കടയൊക്കെ അങ്ങോട്ട് വിട്ടിട്ടാ. ഇലക്ഷനൊക്കെ ആയാലും നല്ല വെറൈറ്റി പാട്ടുകളായിട്ട് കുറെ വണ്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മ കടയിലെത്തി നമ്മുടെ രാവിലത്തെ ഭക്ഷണമായ ബിസ്ക്കറ്റ് നമ്മ വാങ്ങിയിട്ടാ. ഇതിന് വെറും 9 രൂപ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഇനി നമ്മുടെ 41 രൂപ ബാക്കിയുണ്ട് കേട്ടാ. നമ്മ രാവിലേക്ക് വെറും 9 രൂപയ്ക്ക് മാത്രം വാങ്ങിയുള്ളൂ, കാരണം നമുക്ക് ഉച്ചക്കൊക്കെ തട്ടേണ്ടതല്ലേ. ബിസ്ക്കറ്റ് ഇതാ ബട്ടറൊക്കെ തേച്ച് ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചായ വാങ്ങാനുള്ള പൈസ ഒക്കെ ഉണ്ടായി, എന്നാലും നമ്മ ചായ വാങ്ങിയില്ല. ബിസ്ക്കറ്റ് നമ്മ നേരെ പച്ചവെള്ളത്തിൽ മുക്കി അങ്ങോട്ട് കഴിച്ചിട്ടാ. പിന്നെ നമ്മ എന്ത് കഴിച്ചാലും നമ്മുടെ അണ്ണന്മാർക്ക് ഇത്തിരി കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഞാൻ നിൽക്കണ കടയൊക്കെ വിട്ടിട്ടാ. പിന്നെ നിങ്ങളുടെ മുന്നിൽ മെയിനാവാൻ കുറച്ച് പണി എടുക്കണ കാഴ്ചയാണ് നിങ്ങ ഇപ്പൊ കാണുന്നത്. ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്, അഭിനന്ദിച്ചേക്കാം. അങ്ങനെ ഉച്ചായ പിന്നെ എന്ത് വാങ്ങുമെന്ന് വിചാരിക്കുമ്പോൾ 2 പൊറോട്ട വാങ്ങിച്ചാലെന്ന് തോന്നിയേട്ടാ. അങ്ങനെ കട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹുപ്പു എന്ന് പറഞ്ഞ ഒരു ബേർഡിനെ അപ്രതീക്ഷയായിട്ട് ഞാൻ കണ്ടു. ഒരു ദേശാടന പക്ഷി ഉണ്ടാ. ഇത് ഇസ്രായേലിലെ നാഷണൽ ബേർഡും കൂടി. ഇതിനെ പിന്നെ നമ്മുടെ കേരളത്തിൽ കണ്ടെന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെ ഉണ്ടായിട്ടാ. അങ്ങനെ ഞാനും കണ്ടു. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറെ നോക്കിയെങ്കിലും ക്യാമറ എടുത്ത വഴി അത് പെട്ടെന്ന് തന്നെ പറന്നു. അങ്ങനെ നമ്മ പിന്നെ ഉച്ചക്ക് പൊറോട്ട വാങ്ങാൻ വേണ്ടി പോവാണ്ടാ. അങ്ങനെ നമ്മ നേരെ പൊറോട്ട കടയിലെത്തി 20 രൂപ എടുത്ത് 2 പൊറോട്ട അങ്ങോട്ട് വാങ്ങിച്ചിട്ടാ. അപ്പൊ പൊറോട്ട വാങ്ങി വീട്ടിലെത്തി സംഭവം തുറന്നു നോക്കിയപ്പോ ഇത്തിരി കറി നൈസായിട്ട് പുറത്തു പോയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം വെറുതെ കിട്ടിയാണ്ടാ, ഉള്ളിക്കറി കിട്ടിയാണ് ഇതിന്റെ ഒപ്പം. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് വരാട്ടാ. രാവിലെ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചോണ്ടെന്ന് തോന്നുന്നു, നല്ല വിശപ്പുണ്ടായി. അപ്പൊ പൊറോട്ട കഴിച്ചപ്പോ ഇത്തിരി സമാധാനം കിട്ടിയിട്ടാ. അപ്പൊ പൊറോട്ട കഴിക്കുന്നതിനിടെ നമ്മുടെ പൂച്ച സാറ് വന്നിട്ടുണ്ട്. അപ്പൊ പൂച്ച സാറിന് കൊടുക്കാണ്ട് നമ്മ ഒന്നും കഴിക്കാറില്ല. അപ്പൊ അണ്ണന്മാർക്ക് തിരിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 20 രൂപയ്ക്ക് പൊറോട്ട വാങ്ങിയതിനു ശേഷം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് വെറും 21 രൂപ. കലാശക്കൊട്ടായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി റാലിയൊക്കെ പോണ്ടിട്ടാ. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ വൈകുന്നേരം കടയ്ക്ക് 5 രൂപ ആയിട്ട് പോയപ്പോൾ നമ്മ ഈ ഒരു ഐറ്റം കണ്ടത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെന്ന് നോക്കാനുള്ള ആകാംക്ഷയിൽ ഇതങ്ങോട്ട് വാങ്ങി. ബാക്കി നമ്മുടെ വെറും 16 രൂപ മാത്രം ഇട്ടുള്ളേ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 പൊട്ടിച്ചു നോക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊട്ടെന്നറിയില്ല, ചിക്കൻ ഉണ്ടാവും ഇനി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായി സോയാബീൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു ഐറ്റാണ് നമുക്ക് കിട്ടിയിട്ടാ. സംഭവം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ ബാക്കി നമ്മുടെ 16 രൂപ ഉണ്ട്. അപ്പോൾ 15 രൂപയുടെ ഈ ഒരു നൂഡിൽസ് നമ്മൾ എടുത്തിട്ടാ. അങ്ങനെ 15 രൂപയുടെ നൂഡിൽസ് വാങ്ങി. ബാക്കി നമ്മുടെ 1 രൂപ കൂടി ഉണ്ട്, അതുകൊണ്ട് നമ്മ ഒരു മിഠായി വാങ്ങി. നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ കയ്യിലുണ്ടായ 50 രൂപ കഴിഞ്ഞുട്ടാ. അപ്പം ഈ 50 രൂപയുടെ ചലഞ്ച് നമ്മൾ വളരെ എളുപ്പത്തിൽ തീർത്തിട്ടാ. അപ്പം ഇനി നിങ്ങളുടെ ഇതുപോലത്തെ ചലഞ്ച് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാ ഫ്രണ്ട്സിനും ബൈ.